എടി ഒരു ചായ എന്ന് നമ്മൾ ഓർഡർ കൊടുക്കണമല്ലാതെ എടി എന്നാ നിനക്കൊരു ചായ എന്നും പറഞ്ഞ് ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്താ അവർ ഭാര്യമാരുടെ മുമ്പിൽ ചെറുതായി പോയൊന്നുമില്ല, വലുതാവേ ഉള്ളൂ. അച്ഛനമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന്? അതെന്താ സജി, എന്റെ മോളെ കെട്ടിച്ച വീട്ടിൽ വരാൻ വേണ്ടി മുന്നറിയിപ്പ് വല്ലതും വേണം? എന്തിന്? അതിന്റെ ആവശ്യമില്ല, ഇതാണ് കറക്റ്റ്, ഇതാണ് അതിന്റെ രസം. വാ ആ അവള് ആ അപ്പൊ അവളെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ല, എന്റെ ഓഫീസിനേക്കാൾ കുറച്ച് ദൂരെ അവളുടെ ഓഫീസ്. ഞാനാ എല്ലാ ദിവസവും ആദ്യം എത്താറ്. അമ്മ അച്ഛ ഇത് കാര്യമായിട്ടുണ്ടല്ലോ. വാ കേറുക. സജിയേട്ടാ ഓ ചായ ഇട്ടോ? അതാ വരുന്നു. അച്ഛനിക്ക് പോരാ. നാരിയുടെ പാലുകൊണ്ട് നാടാകി കല്യാണം, നാലഞ്ചു തുണ്ട കൊണ്ട്. നീ അങ്ങ് ക്ഷീണിച്ച് വല്ലാണ്ടായി പോയില്ല മോളെ. ഏയ് അത് അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നണതാ. വീട്ടിലാണെങ്കിൽ ഒരു കരിയില പോലും നിന്നെ കൊണ്ട് ഞങ്ങൾ മാറ്റിയിട്ടില്ല. അതിനിപ്പോ എന്തുണ്ടായേ? നീ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാ നല്ലൊരു ജോലിക്കാരനെ കൂടി നിന്നെ കെട്ടിച്ച. ഓ, ഞാൻ ജോലിക്ക് പോണ കാര്യാണോ? അതൊരു നല്ല കാര്യമല്ലേ? സജീറിനൊരു സഹായം ആവില്ലേ? എന്തോന്ന് സഹായം? അവന് നല്ല ശമ്പളമില്ലേ? നീ ഇവിടെ നോക്ക്, ഇത്ര നാളും ജോലിക്ക് പോയിട്ടുണ്ട് ഇവിടെ സുഖമായിട്ട് ജീവിച്ചേ അല്ലേടി? ആ അത് ശരിയാ. ചായ. ഇവിടെ എന്താ ഒരു സൈലൻസ്? എന്താ അമ്മേ? ഇവളെ ജോലിക്ക് വിടുന്നതിന് അച്ഛൻ അത്ര താല്പര്യമില്ല. എന്നുവെച്ചാ ഞാനവളെ ജോലിക്ക് വിടുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ നേരം പോക്കിന് വേണ്ടിയാ? അതല്ലെന്നേ, അത് അവളുടെ ഒരു ആഗ്രഹമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ ഇല്ലേ? അതെ, ഭർത്താവിന്റെ ചെലവിൽ മാത്രമല്ല ഫാമിലി മുന്നോട്ട് പോകുന്നത്, അതിൽ എന്റെയും കൂടെ പങ്കുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അതിലൊരു സുഖമില്ലേ അച്ഛാ? ആയിക്കോട്ടെ, ഇത്രയും കാലം ഇവൾ എൻ്റെ ചിലവിലാണ് ജീവിച്ചത്. പക്ഷെ ഈ വക പരാതിയൊന്നും ഇവൾക്കുണ്ടായിട്ടില്ലല്ലോ. പരാതിയിൽ ചാഞ്ഞിട്ടായിരിക്കില്ല, പറയാഞ്ഞിട്ടായിരിക്കും. ആണോടി? അച്ഛാ, ഞാനിങ്ങനെയൊക്കെ ചെയ്യാനൊരു കാരണമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കീഴിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇല്ലാതായി പോയതാണ് എൻ്റെ അമ്മ. എൻ്റെ അച്ഛൻ്റെ ശകാരം കേട്ട് അമ്മ ഓരോ പ്രാവശ്യം ഇരുന്ന് കരയുമ്പോഴും എനിക്ക് എൻ്റെ അച്ഛനോട് എന്തോരം ദേഷ്യം തോന്നിയിട്ടുണ്ടെന്ന് അറിയുമോ? എൻ്റെ മക്കൾക്ക് എന്നോട് അങ്ങനെ തോന്നരുത്. അത് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്തേ? പിള്ളേര് പറയണേലും കാര്യമുണ്ട്. നീ മിണ്ടരുത്. ആ, ഇതന്നെയാ കുഴപ്പം. സ്വന്തം ഭർത്താവിന്റെ മുന്നിലിരുന്ന് ഇതുപോലെ സംസാരിക്കാൻ ഇന്നും പല ഭാര്യമാർക്കും ധൈര്യമില്ല. അപ്പോ ഭാര്യമാര് ഭർത്താക്കന്മാരെ ബഹുമാനിക്കണ്ടെന്നാണ് എൻ്റെ പൊന്നുമോള് പറഞ്ഞു വരണത്. ബഹുമാനമല്ലല്ലോ, സ്നേഹമല്ലേ അച്ഛാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേണ്ടത്. ബഹുമാനത്തിനൊരു അകലമുണ്ട്, സ്നേഹത്തിന് അതില്ലല്ലോ. അതെ അച്ഛാ. എടി ഒരു ചായ എന്ന് നമ്മൾ ഓർഡർ കൊടുക്കണമല്ലാതെ എടി എന്നാ നിനക്കൊരു ചായ എന്നും പറഞ്ഞ് ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്താ അവർ ഭാര്യമാരുടെ മുമ്പിൽ ചെറുതായി പോയൊന്നുമില്ല, വലുതാവേ ഉള്ളൂ.
നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം. അല്ലേടി? ഇപ്പൊ തന്നെ വൈകി, ലാസ്റ്റ് ബസ്സാ.